ജാതിയും മതത്തിനും അപ്പുറം മാനുഷിക പരിഗണനയും മനുഷ്യസ്നേഹവും ഈ നാട്ടിൽ ഉയർത്തണമെന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിന്റെ പാരമ്പര്യമുള്ള SNDP യോഗത്തിന് ജനറൽ സെക്രട്ടറി വ്യക്തിപരമായിട്ടല്ല ഞാൻ അതിനെ കാണുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കാറിൽ 100 മീറ്ററോളം കയറ്റം കയറിപ്പോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കയറിപ്പോയതിന്റെ തെറ്റെന്താണ്? അത് ഒരിക്കൽ ഉന്നയിച്ചാൽ അത് മനസ്സിലായി. പക്ഷെ അടിക്കടി ഉന്നയിക്കുന്നു. ഇവിടെ പ്രശ്നം എന്താ? അത് ഉന്നയിച്ച വേദി ഒരു മതവിഭാഗത്തിന്റെ 10,000-കണക്കിന് ജനങ്ങൾ പങ്കെടുത്ത സമ്മേളനത്തിലാണെന്നുള്ളതാണ് ആ സ്റ്റേറ്റ്മെന്റ് പ്രാധാന്യം ഞാൻ കാണുന്നു. അതിന്റെ വിശദാംശങ്ങളിൽ ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം മതസൗഹാർദ്ദത്തെ തകർത്ത് എങ്ങനെയും 10 വോട്ട് കിട്ടണം. ആ വേദിയിൽ കയ്യടി കിട്ടാൻ വേണ്ടി പിണറായി വിജയന്റെ കാറിൽ 2 സമുദായ നേതാക്കന്മാർ, ഒരാൾ കയറി ഒരാളെ ഷാളിട്ടു എന്ന് പറഞ്ഞാൽ, വിദ്വേഷം കുത്തി നിറച്ചാൽ ആ ജനവിഭാഗത്തിന്റെ കയ്യടി തങ്ങൾ കിട്ടുമെന്നുള്ള ഏറ്റവും മ്ലേച്ഛമായ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കേവലം 10 വോട്ടിന് വേണ്ടി കാണിച്ച ഏറ്റവും തരംതാണ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് കേരളത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പ്രതിപക്ഷ നേതാവ് നടത്തിയ ശ്രമം അപലപനീയമാണ്. ആ പ്രസ്താവന അദ്ദേഹം പിൻവലിക്കണം. ആ പ്രസ്താവന പിൻവലിച്ച് കേരളത്തിലെ മതേതരവാദികളായ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുക. നായാടി മുതൽ നസ്രാണി വരെ എന്നുള്ളതാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. ഇതൊരു അപകടമുള്ളത് ഒരു വിഭാഗത്തെ ഒഴിവാക്കുന്നു എന്നുള്ള ആശങ്കയുണ്ട്. നിങ്ങൾ ഒരു കാര്യം തീർത്തും മനസ്സിലാക്കിക്കോണം. വർഗീയതയ്ക്കെതിരായിട്ട് കേരളത്തിൽ നിലപാട് സ്വീകരിക്കുന്നത് ഇടതുപക്ഷവും CPM-ഉം. ഇന്ത്യയിൽ ഒരു ബദൽ ഈ രാജ്യത്ത് കാണിച്ചു കൊടുത്തവരാണ് ഞങ്ങൾ. ഈ കഴിഞ്ഞ 10 വർഷക്കാലം എന്താണ് കേരളത്തിൽ വർഗീയ കലാപങ്ങളില്ലാത്തത്? ബഹുമാനായ ആന്റണി സാർ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴല്ലേ മാറാട് കലാപം നടന്നത്? നമ്മൾ മറന്നുപോയോ? ഈ ആലപ്പുഴ കലാപം നടന്നില്ലേ UDF-ന്റെ ഭരണകാലത്ത്? വിഴിഞ്ഞത്ത് കലാപം നടന്നില്ലേ UDF-ന്റെ ഭരണകാലത്ത്? ഈ കേരളത്തിൽ എത്രയോ വർഗീയ കലാപങ്ങൾ UDF-ന്റെ ഭരണകാലം നടന്നെങ്കിൽ 10 വർഷം അല്ലെ VS അച്യുതാനന്ദൻ ഭരിച്ച 5 വർഷം കേരളത്തിൽ വർഗീയ കലാപം നടന്നിട്ടില്ല. ഒരു വർഗീയവാദികളോടും സന്ധി ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. ഞങ്ങൾ വർഗീയതയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കും. ഇവിടെ പ്രശ്നം എന്താ? ന്യൂനപക്ഷ വർഗീയതയോ ഭൂരിപക്ഷ വർഗീയതയോ പ്രോത്സാഹിപ്പിച്ച് വോട്ട് പിടിക്കാൻ വേണ്ടി UDF എന്ന് നടത്തുന്ന തരംതാണ രാഷ്ട്രീയമാണ് കേരളത്തിൽ വർഗീയത വളർത്തുന്നത്. അതാണ് RSS ഒരു ഭാഗത്ത് പറയുന്നത്. RSSന്റെ മറുഭാഗം പറയുന്നത് ലീഗാണ്. ന്യൂനപക്ഷ വർഗീയത പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവർ നിൽക്കുന്നു. ഇപ്പോഴത്തെ RSS ഭൂരിപക്ഷ വർഗീയവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ വർഗീയതയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന ഒരു ഗവൺമെന്റും മുന്നണിയും കേരളത്തിൽ ഭരിക്കുന്നതുകൊണ്ടാണ് മനസമാധാനത്തോടെ ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും ഇല്ലാത്ത തലത്തിൽ സമാധാനത്തോടെ കേരളത്തിൽ ജനങ്ങൾ ജീവിക്കുന്നത്. ഇവിടെ എല്ലാവരുടെയും വിശ്വാസങ്ങൾ സംരക്ഷിക്കും, ആചാരാനുഷ്ഠാനങ്ങൾക്ക് സംരക്ഷണം ഉണ്ടാകും.